എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടോ, ഇത് എപ്പിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. എപ്പിലേറ്റർ എന്നാണ് ഇതിന്റെ പേര്. കണ്ടോ, ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത് എൻ്റെ കയ്യിൽ എനിക്ക് അനിയത്തി കൊണ്ടുവന്ന് തന്നാണ്. ഇതാണ് ഈ എപ്പിലേറ്റർ എന്ന് പറഞ്ഞ സാധനം. ശരിക്കും പറഞ്ഞ എപ്പിലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻലെസ് ഹെയർ റിമൂവർ എക്സ്ഫോലിയേറ്റർ ആണ്, എക്സ്ഫോലിയേഷൻ. അതാണ് ഈ എപ്പിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് മുൻപ് കണ്ടിട്ടുള്ള ആൾക്കാർ കമന്റ് ചെയ്യണം കേട്ടോ. ഞാനിത് അവൾ എനിക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഹെയർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ, അതായത് സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഹെയർ ഒക്കെ പോരും. അവിടുത്തെ ഹെയർ ഒക്കെ പോകും. ആ ഹെയർ ഒക്കെ ഇതിലുണ്ടാകും. അതാണ്. അപ്പൊ നമുക്ക് വേദന ഉണ്ടാവില്ല, എന്നാൽ ഹെയർ എല്ലാം പോവുകയും ചെയ്യും. അതായത് ഇതിന്റെ ഉരയ്ക്കുന്ന ഒരു വ്യത്യാസം. കറക്റ്റ് ഹെയർ ഉള്ളിടത്ത് കാണിക്കാതെ ഇവിടെ ഇങ്ങനെ ഉരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സർക്കുലർ മോഷനിൽ നമ്മൾ ഇങ്ങനെ ഇട്ടൊന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി, ഹെയർ എല്ലാം പൊക്കോളും. ഹെയർ മാത്രമല്ലല്ലോ, ഒരു കളർ വ്യത്യാസം വന്നു കേട്ടാ. സ്കിൻ പോകുന്നുണ്ടെന്ന് സംശയം. എക്സ്ഫോലിയേറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ ഡെഡ് സ്കിൻ പോയതായിരിക്കും. പക്ഷെ ആ സ്ഥലത്ത് ഹെയർ അങ്ങ് പോയി. അതാ അവിടെ ഹെയർ ഒന്നുമില്ല. കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? അപ്പൊ ഈ സാധനം ഇതിന് മുൻപ് കണ്ടിട്ടുള്ള ആൾക്കാർ കമന്റ് ചെയ്യണം. എന്നിട്ട് ഇത് വാഷ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇതിങ്ങനെ ചുമ്മാ ഇട്ട് തേക്കണം എന്നില്ല. ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ട് മസാജ് കൊടുക്കുന്നത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഒത്തിരി ഡ്രൈ ആവത്തില്ല കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം.